അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം തന്നെ. ഇതൊരു സാധാരണ എല്ലാ മനുഷ്യരുടെയും പ്രശ്നമില്ല. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആലുമൂട്ടിപ്പോയിരിക്കുന്നത്. പിന്നെ ഈ എന്താണ് നമ്മുടെ ഇങ്ങനെയുള്ള കൺവെൻഷനുണ്ട്, ഇപ്പോൾ ചെറുപ്പുഴ കൺവെൻഷൻ, മാരാമൺ കൺവെൻഷൻ, ഇവിടെ എല്ലാം പോയിരിക്കുന്നു. പക്ഷേ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. വലിയ എന്തൊക്കെ ഉപദേശം കേട്ടിട്ടും ഇപ്പം ഞാൻ പറയാം, ഞങ്ങളുടെ പണ്ട് ഹിന്ദുക്കളായിരുന്നപ്പോൾ ഒരു നിയമമുണ്ട്. നമ്മുടെ വിശ്വാമിത്ര മഹർഷിയെ തോന്നുന്നു, പുള്ളി ഏതാണ്ട് യാഗം കഴിച്ച് ഇന്ദ്രനായിട്ട് തീരുമെന്ന് ഇന്ദ്രൻ പേടിച്ചപ്പോൾ രാജ്യത്വം കിട്ടുമെന്ന് പറഞ്ഞപ്പം ഇന്ദ്രൻ എന്ത് ചെയ്തിരുന്നു, ഇവൻ്റെ തപസ് അടക്കാൻ വേണ്ടിയിട്ട് ഈ അവിടെ ഉണ്ട് കുറെ 2-3 പെണ്ണുങ്ങളുണ്ട് ഈ സ്വർഗത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇതിനെ ഇങ്ങോട്ട് അയച്ചു. ഉർവശി രംഭ തിലോത്തമ ഇതിനെ ഇങ്ങോട്ട് അയച്ചു. കാരണം ഇവൻ ഈ തപസ് ഇത്രയും കൂടെ പോയി കഴിഞ്ഞാൽ ഇനി ഇവൻ്റെ ഇന്ദ്ര പദവി നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവനെ പ്രലോഭിപ്പിച്ചു. ഇവനകത്തൊക്കെ വീണു. അവൻ്റെ ദിവസം പോയി, ജീവിതവും പോയി, അവൻ്റെ ലക്ഷ്യവും പോയി. അപ്പം നോക്കിയാൽ ഇവൻ ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. പക്ഷെ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാക്കുള്ളൂ. നമ്മൾ എത്ര ഉപദേശിച്ചാലും നമ്മൾ ഇപ്പം കള്ളുകുടിയാണ്, കള്ളു കുടിക്കുന്ന തെറ്റല്ലേ, അച്ഛൻ എനിക്കറിയത്തില്ലേ കള്ളു കുടിക്കുന്ന തെറ്റ്, അവൻ തന്നെ പറയും കള്ളുകുടി നടത്തുമോ, ഞാൻ ഒത്തിരി നാൾ ആഗ്രഹിച്ച് നടക്കുന്ന കാര്യമല്ല. പക്ഷെ പരിശുദ്ധാത്മാവൻ വന്നു കഴിഞ്ഞാലോ ആ ക്ഷണത്തിൽ അവൻ്റെ ആഗ്രഹം മാഞ്ഞു പോവുകയാണ്.